കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് 3 എം.എൽ.എമാരെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിലും സംഘടനാപരമായി വലിയ ഒരു ക്ഷീണമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ബി.ജെ.പിക്ക് നൽകിയത്. ഇതിനു പിന്നാലെയാണ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരമാവധി മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പി ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും കേരളത്തിൽ 6 മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി പ്രധാനമായും വിജയിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 6 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും വിശദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റും ബി.ജെ.പി സംഘടനാ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായി കഴിഞ്ഞ ദിവസം ബി.ജെ.പി പ്രഭാരികളെ അടക്കം മാറ്റിയിരുന്നു. സാധാരണ നിലയിൽ 5 മേഖലാ കമ്മിറ്റികളാണ് സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 6 മേഖലാ കമ്മിറ്റികളായി ബി.ജെ.പിയുടെ മേഖലാ കമ്മിറ്റികളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത് ആലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ചാണ്. കോൺഗ്രസിൻ്റെ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് നിലവിൽ ആലപ്പുഴയിലെ MP. ആ നിലയിൽ ആലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. അതിന് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ചതിൻ്റെ ഇരട്ടി വോട്ടുകളായിരുന്നു ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രന് ലഭിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രനെ തന്നെ വീണ്ടും കളത്തിലിറക്കി വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബി.ജെ.പി ആരംഭിച്ചിട്ടുള്ളത്. ഏതെങ്കിലും നിലയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്കുള്ള സ്വീകാര്യതയും ബി.ജെ.പിക്ക് സംഘടനാ തലത്തിൽ ലഭിക്കുന്ന പുതിയ വോട്ടുകളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നു പോയിട്ടുള്ള ഈഴവ വോട്ടുകളും ബി.ജെ.പി പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ വിജയിക്കുവാൻ കഴിയുമെന്നും അങ്ങനെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് വലിയ അനുകൂലമായ ഘടകം സൃഷ്ടിക്കപ്പെടുമെന്നുള്ളൊരു ആലോചനയാണ് ബി.ജെ.പി കേന്ദ്രങ്ങൾക്കുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രനെ തന്നെ ആലപ്പുഴയിൽ ഇറക്കി KC വേണുഗോപാലിനെ പരാജയപ്പെടുത്തി വിജയിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ബി.ജെ.പി തുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് മണ്ഡലം തലത്തിലുള്ള വിവിധ അവലോകന യോഗങ്ങളും മറ്റ് സാധ്യതാ പരീക്ഷണങ്ങളും മറ്റുമൊക്കെ ബി.ജെ.പി ഏതായാലും ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ ചില ഉന്നത നേതാക്കൾക്കുൾപ്പെടെ ഇതിൻ്റെ ചില ചുമതലകൾ നൽകി എന്നുള്ളൊരു വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. KC വേണുഗോപാലിനെ വീഴ്ത്തി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയാണെങ്കിൽ അത് സംഘടനാ തലത്തിലും ശോഭയ്ക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന ബി.ജെ.പിക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ബി.ജെ.പിയുടെ പുതിയ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ശോഭാ സുരേന്ദ്രന് ഇടം ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ബി.ജെ.പിയുടെ വനിതാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ ശോഭാ സുരേന്ദ്രൻ വരുന്നതിനുള്ള ചില സാധ്യതകളുണ്ട്. അങ്ങനെ ബി.ജെ.പിയുടെ ദേശീയ തലത്തിലുള്ള ഒരാളായി ശോഭാ സുരേന്ദ്രൻ മാറുമ്പോൾ ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ നിർണായകമായിരിക്കും. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളവും ഹരിപ്പാടും പോലെയുള്ള പല മണ്ഡലങ്ങളിലും ബി.ജെ.പി അപ്രതീക്ഷിത മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. ചിലയിടങ്ങളിലാവട്ടെ CPM-നേക്കാൾ വോട്ട് വിഹിതത്തിലും വോട്ടുകളുടെ എണ്ണത്തിലും ശോഭാ സുരേന്ദ്രനും ബി.ജെ.പിക്കും കുറേ മുന്നിലേക്ക് വരാനും സാധിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു സാധ്യതകൾ വെച്ചുകൂടി പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ വിജയത്തിലേക്കോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്കോ ബി.ജെ.പിക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ബി.ജെ.പിയുടെ ദേശീയ നേതാക്കൾക്കും നേതൃത്വത്തിനുമുള്ളത്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ വരും ദിവസങ്ങളിൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് കൂടുതൽ സജീവമാകാനും സംഘടനാ പ്രവർത്തനങ്ങളിലും സംഘടനയ്ക്ക് പുറത്തുള്ള മറ്റ് പൊതുപരിപാടികളിലടക്കം ശോഭയെ പങ്കെടുപ്പിക്കാനാണ് ഏതായാലും നിലവിൽ ബി.ജെ.പി നേതൃത്വം ആലോചിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.